മനുഷ്യനല്ലാത്ത ഒരു ജീവിയോട് ഏറ്റവും അധികം അടുപ്പം തോന്നിയിട്ടുള്ളത് ആരോടാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം മിക്കവാറും നായ്ക്കളെന്നായിരിക്കും. നായ്ക്കൾക്ക് മനുഷ്യനോട് മറ്റേത് ജീവിയേക്കാളും അടുപ്പം സ്ഥാപിക്കാൻ കഴിയും. എന്താണ് ഇതിന് കാരണം? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ഇത് പരിശോധിക്കാം. മനുഷ്യനും നായ്ക്കളും തമ്മിലുള്ള ബന്ധത്തിന് 15,000 വർഷം പഴക്കമുള്ളതായി ശാസ്ത്രം പറയുന്നു. ഇടുക്കി പെട്ടിമല ദുരന്തത്തിൽ ഒരു കുടുംബത്തിലുള്ള 5 പേർ തിരിച്ചു വരാത്ത ലോകത്തിലേക്ക് യാത്രയായപ്പോൾ അവരെ കാത്തിരിക്കുന്ന നായയുടെ ചിത്രം പ്രസിദ്ധമായിരുന്നുവല്ലോ. മരണപ്പെട്ട ഒരു നായ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ഫ്ലക്സ് ബോർഡ് ഉയർന്നതും നമ്മുടെ തന്നെ ഒരു കവലയിലാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് മനുഷ്യന് നായുമായിട്ടുള്ള ആ വൈകാരികമായ ബന്ധത്തെയാണ്. ശാസ്ത്രം പറയുന്നു, സാമൂഹ്യ ബന്ധങ്ങൾ പ്രധാനമായും ആരംഭിക്കുന്നത് കണ്ണിൽ നോക്കുമ്പോഴാണ്. ഒരമ്മ കുഞ്ഞിനെ നോക്കുമ്പോൾ കുഞ്ഞ് അമ്മയെ തിരികെ നോക്കും. അമ്മയിലും കുഞ്ഞിലും ഇതേ സമയം ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ തലച്ചോറിലെ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുകയും രണ്ടുപേരും തമ്മിൽ ഊഷ്മളമായൊരു ബന്ധം സ്ഥാപിക്കപ്പെടുകയും അത് വളരുകയും ചെയ്യുന്നു. ഇതേപോലെ നായ്ക്കളുടെ പ്രത്യേകതയാണ് കണ്ണിൽ നോക്കുക എന്നുള്ളത്. മനുഷ്യരിലും നായിലും ഒരുപോലെ ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഒരു ബന്ധം ആരംഭിക്കുകയും അത് വളരുകയും ചെയ്യുന്നു. മനുഷ്യന്റെ മുഖഭാവങ്ങൾ മറ്റു ജീവികളെക്കാളും നന്നായി മനസ്സിലാക്കുവാൻ നായ്ക്കൾക്ക് കഴിയും. തൻ്റെ കെയർ ടേക്കറുടെ സാന്നിധ്യം ഇഷ്ടപ്പെടുന്ന പ്രോക്സിമിറ്റി സീക്കിംഗ് ബിഹേവിയർ ഈ ഇഴയടുപ്പത്തിന് ഒരു പ്രധാന കാരണമാണ്. കൂടാതെ തൻ്റെ ഉടമസ്ഥന്റെ അസാന്നിധ്യത്തിൽ സെപ്പറേഷൻ ഓഫ് ആങ്സൈറ്റി ഇവർക്ക് അനുഭവപ്പെടുകയും ഇക്കാരണത്താൽ ഉടമസ്ഥന്റെ ആഗമനത്തിൽ മറ്റ് ജീവികളെക്കാൾ അധികം സ്നേഹം ഇവ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. യജമാനന്റെ കാലിൽ മുട്ടിയുരുമി വാലാട്ടി പ്രത്യേക തരത്തിലുള്ള സന്തോഷസ്വരം പുറപ്പെടുവിക്കുന്നത് ഇതിൻ്റെ ഭാഗമാണ്. മനുഷ്യന്റെ വൈകാരിക നില ഗ്രഹിക്കുവാൻ ഇവയ്ക്ക് പ്രത്യേക കഴിവുള്ളതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഇവ മനുഷ്യനോട് അടുപ്പം പുലർത്തുമ്പോൾ ഇവയുടെ തലച്ചോറിൽ പ്ലാസ്മ കോർട്ടിസോൾ എന്ന രാസവസ്തുവിൻ്റെ അളവ് കുറയുകയും ഇവയുടെ സ്ട്രെസ് കുറയുകയും ചെയ്യുന്നു. അടുത്തതായി നായ്ക്കൾക്കുള്ള മറ്റൊരു പ്രത്യേകതയാണ് വളരെ ശക്തമായ മണം പിടിക്കുവാനുള്ള അവയുടെ കഴിവ്. മനുഷ്യന്റെ വൈകാരിക നിലയുടെ മണം ഇവയ്ക്ക് അറിയാമത്രേ. ഇതും മനുഷ്യനുമായി അടുത്ത ബന്ധം പുലർത്തുന്നതിന് ഒരു കാരണമാകുന്നു. മറ്റൊരു പഠനം വ്യക്തമാക്കുന്നത് നായ്ക്കൾക്ക് വാക്കുകൾ മനസ്സിലാക്കുവാനുള്ള കഴിവ് ഒരു പരിധിവരെ ഉണ്ടെന്നതാണ്. പുതിയൊരു വാക്ക് അവ കേൾക്കുമ്പോൾ അവയുടെ ഓഡിറ്ററി റീജിയനിൽ കേൾവിയുമായി ബന്ധപ്പെട്ട തലച്ചോറിന്റെ ഭാഗം വളരെ ആക്റ്റീവ് ആകുന്നതും ഇതും മനുഷ്യനുമായുള്ള അടുപ്പത്തിന് കാരണമാകുന്നു. ഇത് മാത്രമല്ല, ആംഗ്യങ്ങൾ ഗസ്റ്ററുകൾ മനസ്സിലാക്കുവാൻ ഇവയ്ക്കൊരു പ്രത്യേക കഴിവുണ്ട്. ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചാൽ നായ്ക്കൾ അങ്ങോട്ട് നോക്കുന്നത് കാണാം. മറ്റു മൃഗങ്ങൾക്ക് ഇല്ലാത്ത ഒരു പ്രത്യേക സവിശേഷതയാണ് നായ്ക്കൾക്കുള്ളത്. 3.8 മില്യൺ ആളുകളിൽ നടത്തിയ ഒരു പരീക്ഷണം വ്യക്തമാക്കുന്നത് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് ഇവയൊക്കെ വന്ന വ്യക്തികൾ നായ്ക്കളുടെ ഉടമകളാണെങ്കിൽ അവർക്ക് 24% റിസ്ക് കുറവാണത്രേ. പ്രായമേറുന്ന കേരളത്തിലെ മുക്കിലും മൂലയിലും പെറ്റ് ഷോപ്പുകൾ വർദ്ധിച്ചു വരുന്നത് ഒരു പരിധിവരെ ഈ മിണ്ടാപ്രാണിയുടെ ആവശ്യകതയല്ലേ കാണിക്കുന്നത്? മറ്റൊരു രസകരമായ വസ്തുത, പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കാണത്രേ നായ്ക്കളോട് താല്പര്യം കൂടുതൽ.